തലക്കുമീതെ താങ്ങാനാകാത്ത ലക്ഷക്കണക്കിന് കടങ്ങൾ ബാധ്യതയായി വന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അടുക്കൽ പലരും നേരിട്ട് വന്ന് വിഷയങ്ങൾ അവർ പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി ഒരിക്കലും ഇത് വീടി കിട്ടൂല, ഇതിന്റെ പലിശ മാത്രമാണ്, ഇതിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് ഇപ്പൊ വീട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും ഇത് വീട്ടാൻ സാധിക്കൂല എന്ന രൂപത്തിൽ കഴിയുന്ന അത്രമേൽ വലിയ കടമുള്ള എത്രയോ ആളുകളുണ്ട്. ആ കടങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വന്ന കടങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഏത് കടങ്ങളുണ്ടോ, ഏത് കടബാധ്യതയുണ്ടോ, അത് വളരെ പെട്ടെന്ന് വീടിക്കിട്ടാനും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് വലിയൊരു വഴി കാണിച്ചു തരാനും കാരണമാകുന്ന രണ്ടായത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വീട് ജപ്തിയിലാവട്ടെ, ജപ്തിയുടെ നോട്ടീസ് വന്ന് പതിച്ച എത്രയോ ആളുകളുണ്ട്. അവർ വന്നിട്ട് വാർണിംഗ് ചെയ്തവരുണ്ട്. നിരന്തരം കടബാധ്യതയുമായി ബന്ധപ്പെട്ട് അത് ആർക്കാണോ കൊടുക്കാനുള്ളത് അവർ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് വരുമ്പോൾ പലരും അതാണ് പറയുന്നത്. നമ്മൾ വലിയ വിഷയങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവരവരുടെ കടബാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. അത്രമേൽ കടമുള്ളവര്, അവർക്ക് ആ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി തുറന്നു കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റിനെ കുറിച്ച് പലരും ചോദിക്കുന്നത്, നമുക്ക് വാട്സാപ്പ് ത്രൂ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഫ്രീ ആകുന്നതിനനുസരിച്ച് റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതിനനുസരിച്ച് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അതേപോലെ ഫോൺ കോളുകൾ ചെയ്തിട്ടുണ്ടാകും. മെസ്സേജുകൾ അയക്കുന്ന സമയത്തൊക്കെ അതിന് റീപ്ലൈ നിങ്ങൾക്ക് നൽകുമ്പോൾ ഒരു ഡേറ്റ് നിങ്ങൾക്ക് നൽകും. ആ ഡേറ്റിന്റെ ആ ദിവസമാണ് നിങ്ങൾ നേരിട്ട് കാണാൻ വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനൊക്കെ അടുക്കാനായല്ലോ, അപ്പോൾ കൂടുതൽ സമയം ഇനി ഉണ്ടാവില്ല. കുറഞ്ഞ ദിവസങ്ങളും കൂടെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ റമളാനിന് മുമ്പ് ഉണ്ടാവുള്ളൂ. അതെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ഉസ്താദ് എൻ്റെ മോനെ ദർസിൽ ചേർക്കണം, ഉസ്താദ് എൻ്റെ മോനെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, 6ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, ഉസ്താദിന്റെ അടുക്കൽ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്കൊരു നിശ്ചിതമായ എണ്ണം മാത്രമേ നമ്മുടെ ദർസിലേക്ക് എടുക്കാൻ സാധിക്കൂ. കുറേ കുട്ടികളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ആ വിദ്യാർത്ഥികളെയും കൊണ്ട് ഇൻഷാ അല്ലാഹ് നേരിട്ട് ഇവിടെ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ വരണം. ഇപ്പോൾ തന്നെ വരണം എന്ന് പറഞ്ഞാല്, എന്നാലേ നമുക്ക് വേറെയുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ അവരൊക്കെ നമ്മൾ പെൻഡിങ്ങിൽ നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നോക്കിയിട്ടാണല്ലോ അവസാനം എടുക്കുക. അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയം അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്ഥാപനം മുൽഹിറുസുന്ന ബ്രൈറ്റ് അക്കാദമി എന്നാണ് നമ്മുടെ സ്ഥാപനം. മലപ്പുറം ജില്ലയിലാണ് ഈ സ്ഥാപനമുള്ളത്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന്, അതേപോലെ തന്നെ എറണാകുളത്ത് നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന്, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ, മംഗലാപുരത്ത് നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ദൂരം ഒരു പ്രശ്നമല്ല. ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ്, അവർ സ്വന്തം യാത്ര ചെയ്ത്, അങ്ങനെയാണ് പഴയ കാലങ്ങളിലൊക്കെ ആലിമീങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ ഇൽമി എവിടെയാണ് അവിടെ പോയി പഠിക്കും. നമുക്ക് നമ്മുടെ മക്കൾ നന്നായി കിട്ടുക, അവർ ദീന് പഠിച്ച മക്കളായിരിക്കുക. ഇപ്പൊ കുറെ ആലിമീങ്ങള്, നല്ല ദീന് പഠിച്ച ആലിമീങ്ങള്, അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, അവർ അഡ്വക്കേറ്റുമാരാണ്, അവർ വക്കീലുമാരാണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ എഞ്ചിനീയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ദീന് പഠിപ്പിക്കാൻ വിട്ടതിന്റെ പേരില് അവരുടെ ഭൗതിക വിദ്യാഭ്യാസം ഒന്നും മുടക്കം വരൂല. ഇന്നത്തെ കാലത്ത് അതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള രക്ഷിതാക്കളെ വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ കോൺടാക്ട് ചെയ്താലേ അവസരങ്ങൾ ലഭിക്കുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കാര്യങ്ങൾ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുത്ത അമലുകൾ നമ്മുടെ ഈ ചാനലിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ അമലുകൾ പറഞ്ഞിട്ടുണ്ട്. കടം വീടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല ഫലമുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്.
കടമുള്ളവര് ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? പക്ഷെ അത് എന്റെ വീട് ജപ്തിയിലായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ആയത്ത് ഉസ്താദ് പറഞ്ഞുതരുമോ, എന്തെങ്കിലും ഒരു ഹദീസിലുള്ള ഒരു ദിക്ർ ഉസ്താദ് പറഞ്ഞുതരുമോ, ഞാനത് സ്ഥിരമായിട്ട് ചെയ്യാം, ആ ഒരു കാരണം കൊണ്ടെങ്കിലും എന്റെ ആ ബാധ്യത വീട്ടിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഫോൺ കോളുകൾ ചെയ്യുന്നവരുണ്ട്. ഇവിടെ നേരിട്ട് വരുന്ന പലരും പറയുന്നത് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട്. അത് ബാങ്ക് ലോൺ വന്നവരുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചവരുണ്ട്, അതേപോലെ തന്നെ ഗോൾഡും മറ്റുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പ്രയാസപ്പെട്ടവരുണ്ട്, അത് തിരിച്ചു കിട്ടാത്തതിന്റെ പേരില്. ഇങ്ങനെ സാമ്പത്തികമായുള്ള ക്രയവിക്രയങ്ങളില് ഏതു പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം തീരാൻ ഈ 2 ആയത്തുകൾ മതി. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, കടവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അടുക്കലൊക്കെ വരുമ്പോൾ നമുക്കൊരു ചുരുങ്ങിയത് 5-6 മിനിറ്റ് അവരോട് സംസാരിക്കാൻ സമയം കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും പറയാണ്. ഇതിൽ പല കടങ്ങളും വന്നിട്ടുള്ളത്, ആ കടങ്ങൾ അവർക്ക് താങ്ങാനാകാത്ത രൂപത്തിൽ അത് അത്രമേൽ വരാനുള്ള കാരണം അവർ തന്നെ വരുത്തി വെച്ച വിനയായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ഫാമിലി, ആ ഫാമിലി ഇവിടെ വന്നു. അപ്പൊ നമ്മൾ അവരുടെ വിഷയങ്ങളിലേക്ക് അവരെ കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി, അഥവാ അവർക്കൊരു 1100 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുള്ളൂ. പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവർ 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. എങ്ങനെ വീട് വെക്കാൻ തീരുമാനിച്ചു? ആ സമയത്ത് അവർക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അവർക്ക് കിട്ടിയിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ ജോലി ഇനി നഷ്ടപ്പെടൂല എന്നൊന്നുമില്ലല്ലോ. അപ്പൊ ആ ജോലി മുന്നിൽ കണ്ട് അവര് ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. അങ്ങനെ ലോൺ എടുത്തിട്ട് അത്യാവശ്യം ഒരു ലക്ഷറി രൂപത്തിലേക്കുള്ള ഒരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ലോണിന്റെ ധൈര്യത്തിലാണ് വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചത്. 2-3 വർഷം കഴിഞ്ഞപ്പോ ഇവരുടെ ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് കിട്ടിയ ജോലിയിൽ ആ പറയത്തക്ക രൂപത്തിലുള്ള സാലറി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് അതിനുള്ള ശമ്പളം കിട്ടിയില്ല. അപ്പൊ ഇവര് അടയ്ക്കേണ്ട ഈ ലോണില് മാസത്തിൽ അടയ്ക്കേണ്ട ഒരു EMI ഉണ്ടായിരുന്നു. ആ EMI അവർക്ക് കൃത്യമായി അടക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കുടിശ്ശികയായി വന്നു. അങ്ങനെ കുടിശ്ശിക വന്ന് ഇപ്പോൾ അവർ അടച്ചുകൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റിലേക്ക് മാത്രമാണ്, പലിശയിലേക്ക് മാത്രമാണ്. അവരുടെ മുതലിലേക്കല്ല അടക്കുന്നത്. ആ ഒരു പ്രയാസം പറഞ്ഞിട്ടാണ് അവർ വന്നത്. എന്താണ് ഉസ്താദിന്റെ പിന്നിൽ എന്താ നോക്കണമെന്ന് അവർക്ക് നമ്മളൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവർക്ക് ആ ബാധ്യത വന്നത് അവർ തന്നെ വരുത്തി വെച്ച വിനയാണ്. അവർക്ക് അന്ന് നല്ല സൗകര്യത്തില് ഏകദേശം 1000 സംതിങ് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീട് വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഇന്ന് ആ വീട് ജപ്തിയുടെ വക്കീലാണ്. ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞാൽ കിടപ്പാടം ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ്. ഇതെങ്ങനെ വന്നു? ഇത് താങ്ങാൻ കഴിയാത്തൊരു വിഷയം, നമുക്ക് നമ്മുടെ കപ്പാസിറ്റി ഇല്ലാത്ത, നമുക്ക് കഴിയാത്തൊരു വിഷയം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചതിന്റെ പേരില്. എന്നാൽ ആ വീടിന്റെ പണി മുഴുവനായിട്ടും പൂർത്തീകരിക്കാനും സാധിച്ചില്ല. ആ പൂർത്തീകരിക്കാത്ത രൂപത്തിൽ കിടക്കുന്ന അതിന്റെ പേരിൽ അവർക്ക് വലിയ ലോണ് വന്നു. അത് കുടിശ്ശികയായി വന്ന് കൂടുതലായിട്ട് അതിപ്പോൾ അത് കാരണമായിട്ട് അവർക്ക് പ്രയാസം അനുഭവിക്കുന്നു. ഈ കടമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. എല്ലാം ഒരു ആക്ടിങ് ആയിരിക്കും, മറ്റുള്ളവരോട് ചിരിക്കുന്നത് ഒരു അഭിനയമായിരിക്കും. കാരണം സമാധാനമില്ല. അപ്പൊ സമാധാനമില്ലാത്ത ജീവിതമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ലോൺ എന്നൊരവസ്ഥയിലേക്ക് എത്തരുത് എന്ന് അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം പലിശയുമായി ബന്ധപ്പെടുന്നവർക്കുള്ള ശിക്ഷ, അതിനെ സഹായിക്കുന്നവര്, അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവര്, അത് എഴുതുന്നവര്, ഇങ്ങനെ തുടങ്ങി അതിന്റെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പലിശയുമായി ബന്ധപ്പെടുന്നത് വളരെ ഗുരുതരമായ ഗൗരവമുള്ള തെറ്റാണ്. അങ്ങനെ ലഭിക്കുന്ന സാമ്പത്തികമായ ഇടപെടലുകളിൽ ഒരു ബറക്കത്തും ജീവിതത്തിൽ ഉണ്ടാകില്ല. അത് കാരണമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അത് ഇപ്പൊ ഇത് കുറെ ആളുകൾ കാണുമല്ലോ എന്റെ ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ലോൺ എടുത്തതിന്റെ പേരില് താൽക്കാലികമായി ചെറിയൊരു ആശ്വാസം ലഭിച്ചെങ്കിലും ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ടെൻഷനും സമാധാനക്കേടും ബുദ്ധിമുട്ടും പ്രയാസവും മാത്രല്ലേ അത് കാരണമായിട്ട് വന്നത് എന്ന് സത്യസന്ധമായി പറയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പലരും പറഞ്ഞത്.
പറഞ്ഞിട്ടുള്ളത്. അവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിലൊരു ബറക്കത്ത് കമ്മിയുണ്ട്, ബറക്കത്ത് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് കാരണങ്ങൾ വന്നാലും അത് ഹസ്ബൻഡ് അത്തരം പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക്, ലോണുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു വിഷയം വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ പറയുമ്പോൾ ഭർത്താവിന് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, രണ്ടാളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ. അപ്പൊ ആ തീരുമാനങ്ങളിൽ രണ്ടുപേർക്കും ഇടപെടാൻ സാധിക്കണം. അപ്പൊ നമുക്ക് മാന്യമായിട്ട് മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് കടം വാങ്ങിക്കാം. കടം വാങ്ങിക്കുമ്പോൾ അതിന് ഒരുപാട് ഉപാധികളുണ്ട്. ആരുടെ അടുക്കൽ നിന്നും എങ്ങനെയെങ്കിലും കടന്നു വാങ്ങിക്കാൻ പറ്റില്ല. അത് വീട്ടാനുള്ളൊരു സോഴ്സ് നമ്മുടെ കയ്യിൽ കണ്ടിട്ടല്ലാതെ കടം വാങ്ങിക്കരുതെന്നാ. അപ്പോ പലിശയുമായി ഒരു കാരണവശാലും ബന്ധപ്പെടരുത്. അങ്ങനെ ബന്ധപ്പെട്ട ഒരാൾക്കും ഇന്ന് ഭൂമിയിൽ സന്തോഷം ഉണ്ടായിട്ടില്ല. സന്തോഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ സന്തോഷം ഉണ്ടായിരിക്കാം ആ സമയത്ത്, ആ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് കിട്ടുമ്പോൾ. പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു ലോങ് ടൈം എന്ന് പറയുന്നത് സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, കുടുംബജീവിതത്തിലെ തകർച്ച, പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല. ഫിനാൻഷ്യലി ഒരു ഫ്രീഡം നമുക്കില്ലെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കില്ലെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും പോയി വാങ്ങിക്കാനും അത് വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തികമായ ഒരു സ്രോതസ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ പ്രശ്നമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് കുറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകും. നേരെ മറിച്ച് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും അതേപോലെ കുടുംബത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു തിരക്കും ഒരു വഴക്കും അതേപോലെ തീരെ ഇഷ്ടമില്ലായും എപ്പോഴും പരസ്പരം അസഭ്യം പറയലും ചീത്ത പറയലൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അരാജകത്വം അത് കുടുംബജീവിതത്തിലുള്ള ഈ വിഷയങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. നമ്മൾ ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, കടബാധ്യതയുള്ള ആരുണ്ടോ അവര് ജീവിതത്തിൽ ഈ 2 ആയത്തുകൾ പതിവാക്കാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, റബ്ബ് സുബ്ഹാനഹു വ തആല അറിയാത്ത രൂപത്തിൽ ആ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി തുറന്നു തരും. തീർച്ചയാണ്. നമ്മുടെ ഈ ചാനലിൽ പറയുന്ന ഒരുപാട് അമലുകൾ ചെയ്യുന്നവരുണ്ട്. ബിസ്മിയുടെ അമൽ ചെയ്തവര്, യാ ലത്തീഫിന്റെ അമൽ ചെയ്തവര്, സൂറത്തുൽ ഫത്ഹിന്റെ അമൽ ചെയ്തവര്, യാസീനിന്റെ അമൽ ചെയ്തവര്, അങ്ങനെ ഏകദേശം 10ഓളം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അമലുകളൊക്കെ ചെയ്തവരുണ്ട്. അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട്, ഐനുമായി ബന്ധപ്പെട്ട്, ശൈത്വാനിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ വിഷയങ്ങൾ പറയുമ്പോൾ അതിൻ്റെയൊക്കെ അമലുകൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ, നല്ല ഫലം ജീവിതത്തിൽ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് പറയാൻ വേണ്ടി പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനരായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത അതിമഹത്തായ 2 ആയത്തുകളാണിത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ദുആ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്. അവ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ദുആ ഇനി ചെയ്യുകയാണെങ്കിൽ, ഈ ആയത്തിനെ ഓതുകയാണെങ്കിൽ, ഇത് പതിവാക്കുകയാണെങ്കിൽ നിന്റെ കടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വീട്ടിത്തരും. അത് എത്രമേൽ കടമുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത് പർവ്വത സമാനമായ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാൻ കാരണമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ആ വാക്കിന് ഫലമുണ്ട്. ആ നാക്ക് പൊന്നായ നാക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇത് കാണാതെ പഠിക്കാം. കടബാധ്യതയുള്ളവർ ഇത് കാണാതെ പഠിക്കാം. രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയതൊരു 3 തവണയെങ്കിലും ഇത് ഓതാൻ വേണ്ടി ശ്രമിക്കാം. നല്ല ഫലം ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കി കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കും. ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب
ഈ ആയത്തുകൾ നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളായിരിക്കാം, പലരും ഇത് പതിവാക്കുന്നവരായിരിക്കാം. എങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഇത് പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയാത്ത രൂപത്തിൽ നമ്മുടെ എത്ര വലിയ കടങ്ങളുള്ളവരാവട്ടെ, ഇവിടെ വന്ന പലരും പറഞ്ഞ കടത്തിന്റെ എണ്ണം 1 കോടിയിലധികം കടങ്ങൾ പറഞ്ഞവരൊക്കെയുണ്ട്. ഉസ്താദെ, നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടി ജീവിക്കേണ്ട ഉസ്താദെ, ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങണം, അങ്ങനെ അതും പൊട്ടി. ഇങ്ങനെ ബാധ്യതകൾ വന്ന എത്രയോ ആളുകൾ, 80 ലക്ഷം കടമുള്ളവര്, 1 കോടി 22 ലക്ഷം കടമുള്ളവര്, പലരും പല കേസുകളും പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇങ്ങനെ കുറെ ക്രോസ് മാച്ച് ചെയ്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇവിടെ നോട്ട് ചെയ്ത് വെക്കും, ചില വിഷയങ്ങളൊക്കെ ഗൗരവമുള്ളതൊക്കെ. അപ്പോ അതിൽ നിന്ന് എത്ര ആളുകളാണെന്നറിയാം എത്രയോ കടങ്ങൾ വന്ന് പറഞ്ഞവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ. അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവര്, അല്ലാഹു സിഹറിനെ ബാത്തിലാക്കണം. അല്ലാഹ് സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ അമലുകളൊക്കെ ചെയ്തു നോക്കുക, നല്ല ഫലമുണ്ടാകും. മഹാന്മാർ പഠിപ്പിച്ച അമലുകളാണ്. കണ്ണേറുമായി ബന്ധപ്പെട്ട്, കൈവിഷവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ജോലി തടസ്സമുള്ളവർക്ക് അവരുടെ ജോലി തടസ്സം നീങ്ങാനും നല്ല റാഹത്തുള്ള ജോലി കിട്ടാനും ജീവിതത്തിൽ പതിവാക്കാൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നമ്മൾ നല്ല അമലുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അമലുകളൊക്കെ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം അഥവാ നേരിട്ട് വരാനുള്ളവര് പലരും വിളിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. നേരിട്ട് വരാനുള്ളവര് പറയുന്ന ബുക്കിംഗ് കിട്ടി, നമ്പർ കിട്ടി, ടോക്കന്റെ നമ്പർ കിട്ടിയവർ മാത്രമാണ് നേരിട്ട് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാത്തവര് നേരിട്ട് വന്നാൽ കാണാൻ സാധിക്കൂല, തിരിച്ചു പോകേണ്ടി വരും. പലരും തിരിച്ചു മടങ്ങേണ്ടി വരുന്നത് നമ്മളിവിടെ ഇല്ലാത്ത സമയത്തൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള രക്ഷിതാക്കളെ, ഇപ്പോ നമ്മുടെ മദ്രസയിലെ പൊതുപരീക്ഷയൊക്കെ കഴിഞ്ഞു, ആനുവൽ എക്സാം സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് ആപ്റ്റ് ആയിട്ടുള്ള സമയം. നമ്മുടെ മക്കളെ സ്ഥാപനങ്ങളിലേക്കും ദീന് പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞയക്കേണ്ട ഏറ്റവും യോജിച്ച സമയം എന്ന് പറയുന്ന ഈ സമയമാണ്. അപ്പൊ ചില രക്ഷിതാക്കളെങ്കിലും, എല്ലാ വീഡിയോസിലും ഞാനിത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ചില രക്ഷിതാക്കളെങ്കിലും വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. കിട്ടൂല നമ്മുടെ മക്കളെ. ഒരുപാട് വിദ്യാർത്ഥികളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അവരുടെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇടപെടേണ്ടി വരുന്നതുകൊണ്ട് +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടൊക്കെ നിരന്തരം ഞാൻ പല വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു മനഃശാസ്ത്രം, അവരുടെയൊക്കെ ഒരു മനസ്സെങ്ങനെയാന്നുള്ളത് കൃത്യമായി ഇത്രയും കുട്ടികളുമായിട്ട് ഇടപെടുന്നതിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടോ ഇനി വരുന്ന തലമുറയിലെ വളർന്നു വരുന്ന മക്കളെ ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ അവരുടെ ആ ഒരു നിഷ്കളങ്കമായ പ്രായത്തിൽ തന്നെ ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ്. ഇപ്പോൾ തന്നെ 19, 20, 21 വയസ്സായ മക്കള്, ആ മക്കളൊക്കെ മാതാപിതാക്കളാകുന്ന നിങ്ങൾ പറയുന്നത് എത്രയാണ് അവരനുസരിക്കുന്നത്? അവർ നിസ്കാരം നിലനിർത്തുന്നുണ്ടോ? 5 വഖ്ത് നിസ്കാരം. 5 വഖ്ത് നിസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് അത് നിലനിർത്താനുള്ള സൗകര്യവും അതനുസരിപ്പിക്കാനും അതിനെക്കുറിച്ച് ഒരു രക്ഷകർത്താവ് എന്ന അടിസ്ഥാനത്തിൽ ഇടപെടാനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കഴിയുന്നില്ലെങ്കിൽ ആ ഉമ്മയും ഉപ്പയും എത്രത്തോളം അവരെ വളർത്തുന്നതിൽ, തർബിയത്ത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ കുട്ടികൾ ഒരു പക്ഷേ കുറ്റക്കാരാകൂല. കാരണം എന്താണെന്ന് ചോദിച്ചാല് അവർ വളർന്നു വരുന്ന കാലഘട്ടം, അവർ വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ സൗഹൃദ വലയങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ ഇതിന് പ്രതികൂലമായിരിക്കാം ദീനനുസരിച്ച് ജീവിക്കാൻ. കാരണം കാലം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം. നിങ്ങൾക്ക് വളരെ വിശ്വാസത്തോടുകൂടെ
റാഹത്തോടുകൂടെ ഏൽപ്പിക്കാൻ പറ്റുന്ന മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ സ്കൂൾ സംവിധാനം പള്ളിയോട് ചാരിയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ സമയം നമുക്ക് ബെല്ലടിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോകേണ്ട ആവശ്യമുള്ളൂ. ബെല്ലടിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ടു ടൈം എത്തണം. ടൗണിലുള്ള കറക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ങനെ കോണ്ടാക്റ്റില് കണക്ഷനിൽ പെടുകയോ അങ്ങനെ ഒന്നുമില്ല. ഒരു ചീത്ത കൂട്ടുകെട്ടിനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഇല്ല. എല്ലാം അനുകൂലമായ ഒരു സാഹചര്യത്തില് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ദർസിൽ പഠിപ്പിക്കാൻ, ദീന് പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഇവിടെ വന്നിട്ട് ആ കുട്ടികളെ കൊണ്ടുവന്നാലേ, നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നാൽ മതി. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ദീർഘമായ സമയമില്ല. താല്പര്യമുള്ള രക്ഷിതാക്കൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ഖൈറിന്റെയും സലാഹിന്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി ദീനിനുപകരിക്കുന്ന മക്കളായി, നാട്ടിനുപകരിക്കുന്ന, വീട്ടിനുപകരിക്കുന്ന, കുടുംബത്തിനുപകരിക്കുന്ന മക്കളായി വളർത്തട്ടെ. ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന NDMA, MDMA, LSD തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ പിറകെ സഞ്ചരിക്കുന്ന എത്രയോ ചെറിയ ചെറിയ മക്കളുണ്ട്. അത്തരം ഹറാമിന്റെ ബന്ധങ്ങളിൽ ഞങ്ങളുടെ മക്കളെ നീ പെടുത്തല്ല അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ നീ പെടുത്തല്ല അല്ലാഹ്. ഈമാനും തഖ്വയും നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളുടെ ഉടമകളാക്കി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണം അല്ലാഹ്. നാളാരുമില്ലാത്ത ഏകാന്തതയുടെ ഇരുളിന്റെ ഒറ്റപ്പെടലിന്റെ ഭീകരതയുടെ വീടായ ആ ഖബറിന്റെ അകത്ത് നമ്മളൊക്കെ കിടക്കുമ്പോ നമ്മുടെ ഖബറും പുറത്തു വന്ന് നമുക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി റബ്ബിനോട് ദുആ ചെയ്യാൻ സാധിക്കുന്ന ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ ഉമ്മയും ഉപ്പയുമാണ്, ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞൊരു മോൻ ദുആ ചെയ്യാൻ ഈ ദുനിയാവിൽ ഉണ്ടായി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ ഈ ദുനിയാവിലേക്ക് വന്നതും വിവാഹം കഴിച്ചതും മക്കളുണ്ടായതൊക്കെ ബറക്കത്തിലാവില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.